ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ദുൽഫേദ ലച്ച് ഡ്രസ് ലച്ചസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിത് എൻഗേജ്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാൻ ആദ്യം തന്നെ നട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര നല്ലപോലെ കാരമലൈസ് ആയതിനു ശേഷം നട്സ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നട്സ് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. ആ സ്റ്റീൽ പാത്രത്തിൽ നല്ലപോലെ ഒന്ന് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അത് നല്ലപോലെ ഒന്ന് ആറിയിട്ട് സെറ്റായി വരട്ടെ, അതുവരെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ദുൽഫേദ ലച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് കാരമലൈസ് ആയി വരുമ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അതൊന്നും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ടോഫി തയ്യാറാക്കിയാലും മതി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിലൊരു 1/4 ഭാഗം പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ക്രീമിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 1/4 ഭാഗത്തിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും പിന്നെ ഫ്രഷ് ക്രീം ഒരു 1/4 ഭാഗം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മെൽട്ടാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും കേട്ടോ. ചൂടാകുമ്പോൾ തന്നെ ഇത് നമുക്ക് സ്പോഞ്ച് കേക്കിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഈ സിറപ്പ് പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ദുൽഫേദ ലച്ചി ഉണ്ടല്ലോ നേരത്തെ മാറ്റി വെച്ചത്, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സെറ്റായിട്ട് കിട്ടാൻ. പുഡിംഗ് ട്രൈയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ വാനില സ്പോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാത്തത്. അത് ലെയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഭയങ്കര ഹൈറ്റായിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് കുറയും. വളരെ തിന്നായിട്ടുള്ള ലെയർ വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കാരമലൈസ് ചെയ്ത് നട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രിസ്പായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഞാൻ പൊടിച്ചത് കുറച്ചധികം പൊടിഞ്ഞു പോയി, അതുകൊണ്ട് കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുമ്പോഴും കുറച്ചധികം തന്നെ നല്ല തിക്കായിട്ടുള്ള ലെയറായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. അത് നല്ലപോലെ ചേർത്തതിന് ശേഷം അതിൻ്റെ മേലെ നട്സ് പൊടിച്ചതുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നട്സും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ മാറ്റി വെച്ച ദുൽഫേദ ലച്ചി ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല. എൻഗേജ്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഇതിന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.